ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ്. H1B വിസയുടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്നലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നലത്തെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റസൽ 2000 ഇൻഡെക്സും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ NVIDIയും ആപ്പിളും ടെസ്ലയും ഒറാക്കിളാണ് അമേരിക്കയിൽ വലിയ രീതിയിൽ മുന്നേറിയിട്ടുള്ളത്. NVIDIA $100 ബില്യൺ ഓപ്പൺ എ എന്ന് പറയുന്നത് ChatGPTയുടെ പാരന്റ് കമ്പനിയാണ്. പാരന്റ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഡാറ്റാ സെൻറ്റർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ് NVIDIയെ സംബന്ധിച്ച്. അതോടൊപ്പം NVIDIയുടെ സ്റ്റോക്ക് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $184.55 പെർ ഷെയർ ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.45 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ബെയിൻ ആൻഡ് കമ്പനി അമേരിക്കയിൽ നിന്നുള്ളൊരു റിസർച്ച് ഫേമാണ്. അവർ പറയുന്നത് ലോകമെമ്പാടുമുള്ള കോർപ്പറേറ്റുകൾക്ക് 2030 ആകുമ്പോഴേക്കും $2 ട്രില്യൺ വർത്ത് റവന്യൂ ഇൻക്രീസ് ചെയ്യണം, AI റിലേറ്റഡ് കമ്പ്യൂട്ടിംഗ് പവറൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ എന്നുള്ള ആ ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് $800 ബില്യൺ ഷോർട്ടേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളിലൊക്കെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലാണ് കമ്പനികൾ ഡാറ്റാ സെൻറ്ററുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാറ്റാ സെൻറ്ററുകൾ വർക്ക് ചെയ്യണമെങ്കിൽ സപ്ലൈ ചെയിൻ കൺസ്ട്രെയിൻറ്റ് വന്നാൽ അത് പ്രോബ്ലം ഉണ്ടാവും. അതുപോലെ തന്നെ പവർ സപ്ലൈ ഇല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടാവും. പല രാജ്യങ്ങളിലും പവർ ഷോർട്ടേജ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ബെയിൻ ആൻഡ് കമ്പനിയുടെ റിസർച്ച് റിപ്പോർട്ടിലുണ്ട്. ഒരു ബബിൾ ക്രിയേറ്റ് ചെയ്യാണോ എന്ന തരത്തിലുള്ള റിസർച്ച് റിപ്പോർട്ടാണ് ബെയിൻ ആൻഡ് കമ്പനി ഇറക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും ഗ്ലോബലി മൈക്രോസോഫ്റ്റ്, മെറ്റ, അതുപോലെ തന്നെ മറ്റു വലിയ കമ്പനികളെല്ലാം തന്നെ വലിയ രീതിയിലാണ് ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലും അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് നടക്കുന്നത്. ഡാറ്റാ സെൻറ്ററിന് ഗവൺമെൻറ് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് കൊടുക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് ഇനീഷ്യലി പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഈ കമ്പനികളെല്ലാം തന്നെ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആവണമെങ്കിൽ വളരെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ റൈസിലും നല്ല രീതിയിൽ പ്രോഫിറ്റബിലിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന കമ്പനികളിലൊക്കെ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും. കാരണം അത്തരത്തിലുള്ള റിസർച്ചുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓവറോൾ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ പോലും ഒരു വൊളാറ്റിലിറ്റി ഒക്കെ ഈ സെക്ടറിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ H1B വിസ ഡോക്ടേഴ്സിന് ബാധകമല്ല എന്നൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ US ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും US ആവശ്യമായുള്ള സെക്ടേഴ്സിലത്തെ കാര്യങ്ങളൊക്കെ അവർ ലിബറലൈസ് ചെയ്യുകയാണ്. കാരണം 7.6 കോടി അമേരിക്കക്കാർക്ക് ഗവൺമെൻറ് ഡോക്ടേഴ്സൊക്കെ കുറവാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഫെഡറൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റിസർച്ച് സൂചിപ്പിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ അമേരിക്ക നടത്തുമ്പോൾ അമേരിക്കക്കാർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻസൊക്കെ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു വിവേചന ആണ് മറ്റ് രാജ്യങ്ങളോട് ഇത് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ പാർഷ്യാലിറ്റി ഉള്ള ഒരു ഡിസിഷനാണ് അമേരിക്ക എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിഡ്രോവലൊക്കെ ഇന്നലെ വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സിന് $1,00,000 H1B വിസ ബാധകമല്ല എന്നുള്ള റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വിദേശകാര്യ ധനകാര്യമന്ത്രി, കോമേഴ്സ് മിനിസ്റ്ററൊക്കെ അമേരിക്ക സന്ദർശിക്കുന്നുണ്ട്. പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. അതിൻ്റെ ഔട്ട്കം ഒന്നും തന്നെ പുറത്ത് അറിവായിട്ടില്ല. അതിനുശേഷമായിരിക്കും നമുക്ക് മാർക്കറ്റിൽ അതിൻ്റെയൊക്കെ റിയാക്ഷൻ അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്നലെയും റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ജാപ്പനീസ് മാർക്കറ്റുകൾക്ക് അവധിയാണ്. ഇന്നലെ ചൈനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ഹോങ്കോങ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ചൈനീസ് മാർക്കറ്റുകളും അതുപോലെ തന്നെ ഹോങ്കോങ് മാർക്കറ്റും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഹോങ്കോങ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ വീണ്ടും ഗോൾഡ് തന്നെയാണ് താരം. ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $3,773.75
സ്പോട്ട് ഗോൾഡ് ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $3761 പെർ ഔൺസ് ആണ്. അതോടൊപ്പം തന്നെ സിൽവർ ഇന്നലെ വീണ്ടും പുതിയ 14-year ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $44.38 പെർ ഔൺസ് ആണ് സ്പോട്ട് സിൽവർ ഹിറ്റ് ചെയ്ത 14-year ഹൈ. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $44 പെർ ഔൺസിനാണ്. കോപ്പറും ഇന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം അലുമിനിയം സ്ലൈറ്റ്ലി വീക്കാണ്, സിങ്ക് സ്ലൈറ്റ്ലി ബെറ്റർ ആണ്, ബ്രന്റ് ക്രൂഡ് ഓയിൽ വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നാച്ചുറൽ ഗ്യാസും വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ ഗ്ലോബൽ സിറ്റുവേഷൻ കമോഡിറ്റികളിൽ ഗോൾഡ് അതുപോലെ തന്നെ സിൽവർ കോപ്പർ ഒക്കെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ടെക്നോളജി സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവ് ന്യൂസ് ലോസ് ആണ്. നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ കാണാം. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ലോസ് നോക്കുകയാണെങ്കിൽ GQG അഡാനിയുടെ മോശം കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരു ഫണ്ടായിരുന്നു GQGയുടെ രാജീവ് ജെയിനാണ് വളരെ ധൈര്യമായിട്ട് അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളിൽ ക്രൈസിസ് ഉള്ള ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അഡാനി പവറിൽ നിന്ന് അവർ കുറേയൊക്കെ സ്റ്റേക്ക് സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. 100% പ്രോഫിറ്റിലാണ് ഇത്തരത്തിലുള്ള സ്റ്റേക്ക് സെയിൽ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേദാന്തനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. കെയിൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഉണ്ട്. രാജസ്ഥാനിലത്തെ ക്യാമ്പേ ബേസിൻ ഓയിൽ ആൻഡ് ഗ്യാസ് ബ്ലോക്ക് എക്സ്റ്റൻഷന് വേണ്ടി ചോദിച്ചിരുന്നു. ഗവൺമെൻറ് അത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. കാര്യമായിട്ടുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് അല്ല. പക്ഷേ ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. വേദാന്തയുടെ ഡീമർജർ സംബന്ധിച്ച് ഈ സമയത്ത് വരുന്ന ന്യൂസ് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് 1200 കോടി രൂപയുടെ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗ്ലെൻമാർക്ക് ഫാർമ ഇൻ്ററിൻ ഡിവിഡൻറ്റ് കൺസിഡർ ചെയ്യാണ്. സെപ്റ്റംബർ 30 ബോർഡ് മീറ്റിംഗ് വരുന്നത്. KEC ഇൻ്റർനാഷണൽ 3243 കോടി രൂപയുടെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. UAE നിന്നും അമേരിക്കയിൽ നിന്നൊക്കെയാണ്. ആരിസ് ഇൻഫ്രാ സൊല്യൂഷൻസ് 40 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദാനി സർവീസസ് 2.25 കോടി ഷെയർസ് പ്രൊമോട്ടേഴ്സിന് അലോട്ട് ചെയ്തിട്ടുണ്ട്. 90 രൂപ 30 പൈസ വെച്ചിട്ടാണ്. ദാനി സർവീസസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് വളരെ താഴെയാണ്. അതുകൊണ്ട് തന്നെ ദാനി സർവീസസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. RVN ഒരു ലോവസ്റ്റ് ബിഡറാണ്. സദേൺ റെയിൽവേയുടെ ഒരു പ്രൊജക്റ്റിൽ 145 കോടി രൂപയാണ് ഓർഡർ ബാഗിങ് ഓർഡർ സൈസ് വരുന്നത്. ആംബർ എൻ്റർപ്രൈസസ് QIP ക്ലോസ് ചെയ്തിട്ടുണ്ട്. 7,950 രൂപ പെർ ഷെയർ ആയിട്ടാണ് QIP ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഫണ്ട് ബൈ നടക്കുന്നത് മാക്സ് ഫൈനാൻഷ്യൽ സർവീസസിലാണ്. ഇന്നലെ ഗോൾഡ്മാൻ സാക്സ് 1.5 lakh ഷെയർസ് വാങ്ങിയിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് വാങ്ങിയിട്ടുള്ള ഷെയർ പൈസാലോ ഡിജിറ്റലാണ്. പ്രൊമോട്ടേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ബൈ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് പൈസാലോ ഡിജിറ്റൽ. അതോടൊപ്പം തന്നെ അഡാനി പറഞ്ഞിരിക്കുന്നത് 2027 വരെ വലിയ ലിവറേജ് ഉള്ള പ്രൊജക്റ്റുകളൊന്നും തന്നെ ഇനി എടുക്കില്ല എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2027 ശേഷമാണ് വലിയ രീതിയിൽ ഇനി കപ്പാസിറ്റി എക്സ്പാൻഷനൊക്കെ പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും അഡാനിനെ സംബന്ധിച്ച് ഡെറ്റ് വീണ്ടും റെഡ്യൂസ് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. പോസിറ്റീവാണ് ലോങ് റണ്ണിൽ. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 2,910 കോടി രൂപ സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 2,582.63 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. നമ്മളിനി IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന IPOs ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് സജസ്റ്റ് ചെയ്യുന്ന IPOs ഒക്കെ ഉണ്ട്. ഇന്നലെ സജസ്റ്റ് ചെയ്തിരുന്ന മെയിൻ ബോർഡ് IPO അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് 0.97 ടൈംസ് ആണ് ഫസ്റ്റ് ഡേ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ GK എനർജി 6.7 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. സ്വാത്വിക് ഗ്രീൻ എനർജി 1.15 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന iValue ഇൻഫോ സൊല്യൂഷൻസ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നു. 1.82 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ SMEയിൽ സജസ്റ്റ് ചെയ്തിരുന്ന JD കേബിൾസ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നു. 127.78 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന NSE SMEയിൽ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന മാട്രിക്സ് ജിയോ സൊല്യൂഷൻസ് ലിമിറ്റഡ് ആണ്. കോംപ്രഹെൻസീവ് ജിയോ സ്പേഷ്യൽ ആൻഡ് കൺസൾട്ടിങ് സർവീസസ് നടത്തുന്ന ഒരു കമ്പനിയാണ്. ഡ്രോൺ ആസ് എ സർവീസ് എന്നുള്ള രീതിയിലുള്ള സർവീസും ഉണ്ട്. വളരെ പോസിറ്റീവായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ ക്ലയൻറ്റുകളെന്ന് പറയുന്നത് അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റിൽ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മുംബൈ പൂനെ ഹൈപ്പർ ലൂപ്പിലും പാർട്ടിസിപ്പേഷൻ ഉണ്ട്. മറ്റ് ക്ലയൻറ്റുകൾ
ഇന്ത്യൻ റെയിൽവേസ്, നാഷണൽ ഹൈവേ അതോറിറ്റി, NTPC, ഗെയിൽ, L&T എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ അഡാനി ഗ്രൂപ്പ്, ടാറ്റ പ്രൊജക്ട്സ് ഒക്കെയാണ് ഇന്ന് ആരംഭിച്ച് 25-നാണ് ക്ലോസ് ചെയ്യുന്നത്. 10 രൂപയാണ് ഫേസ് വാല്യൂ. 1200 അതിൻ്റെ 2 ലോട്ട് എടുക്കണം. അതായത് മിനിമം ലോട്ട് 2400 അപ്ലൈ ചെയ്യേണ്ടത്. അതിനുശേഷം 1200 കൂടി ആഡ് ചെയ്താകാം മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 2400 മിനിമം ലോട്ടിലാണ് ഈ IPO അപ്ലൈ ചെയ്യേണ്ടത്. 104 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. NSE SME IPO ആണ്, മാട്രിക്സ് ജിയോ സൊല്യൂഷൻസ് ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്ന IPOs ഉണ്ട്. ആ IPOസിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. ഒപ്പം ഇന്ന് ആരംഭിക്കുന്ന മെയിൻ ബോർഡിലത്തെ സോളാർ വേൾഡ് എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ് ഉണ്ട്. ഇന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. നല്ലൊരു IPO ആണ്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ ട്രൂ കളർ ലിമിറ്റഡ് BSE SME IPO ആണ്. ഇന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. 191 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 600 മാർക്കറ്റിലോട്ട് 2 ലോട്ട് അപ്ലൈ ചെയ്യണം. ഈ IPO നല്ലൊരു IPO ആണ്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള IPOസിൽ അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഇവൻറ്റുകൾ, ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ്, ഇന്ത്യ-US ട്രേഡ് ടോക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ വിദേശ ധനകാര്യമന്ത്രി ജയശങ്കറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വാച്ച് ചെയ്യുക. മാർക്കറ്റിലൊരു വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. പക്ഷേ GST ഇന്നലെ ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഓട്ടോമൊബൈൽ രംഗത്തു നിന്നും മറ്റുള്ള രംഗത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ H1B വിസ സംബന്ധിച്ചുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ടെക്നോളജി സ്റ്റോക്കുകളിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയേക്കാം. മറിച്ച് മറ്റ് സെക്ടർ സ്റ്റോക്കുകളൊക്കെ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കോർ സെക്ടർ ഗ്രോത്ത് ഓഗസ്റ്റ് മാസത്തെ അനൗൺസ് ചെയ്തിരുന്നു. എക്സലൻറ്റ് ഗ്രോത്ത് ആണ്. കോർ സെക്ടർ ഗ്രോത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് 6.3%. 15 മന്ത് ഹൈ ആണ്. ജൂലൈയിൽ അത് 3.7% കോൾ സെക്ടർ, സ്റ്റീൽ സെക്ടർ, സിമെൻറ്റ് സെക്ടർ, ഫെർട്ടിലൈസർ സെക്ടറൊക്കെയാണ് നല്ല രീതിയിൽ ഗ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് H1B വിസ അല്ലെങ്കിൽ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് മാത്രമേ ഉള്ളൂ. മറ്റ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. എന്നിരുന്നാലും എക്സ്പോർട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ H1B വിസ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ചെറുതായിട്ടുള്ള നെഗറ്റീവ് സെൻറ്റിമെൻ്റൊക്കെ ക്രിയേറ്റ് ചെയ്താക്കാം. ഇതിനൊക്കെ നമ്മുടെ മാർക്കറ്റ് ഓവർകം ചെയ്യും. അത്തരത്തിലുള്ള മെഷേഴ്സാണ് നമ്മുടെ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.